വിഷുത്തലേന്ന് വിഷുപ്പാച്ചിലായിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളോട് മേടിക്കാണ്ട്, വേറെ ഒന്നല്ല കേട്ടോ, വിഷുവായ മെയിനായിട്ട് വേണ്ട സാധനങ്ങളാണ് കേട്ടോ നമുക്ക് കണിക്കൊന്ന. അപ്പോൾ കുഞ്ഞു കുട്ടികൾ വിൽക്കുന്ന സ്ഥലം കണ്ടപ്പോൾ എനിക്ക് അവിടെ നിന്ന് മേടിക്കാൻ കൗതുകം തോന്നി കേട്ടോ. അപ്പോൾ അത് മേടിച്ചപ്പോൾ എനിക്ക് മാങ്ങ അവർ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് അവിയലിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്ന് പിന്നെ പടക്കവും മേടിച്ചു കേട്ടോ. പിന്നെ കുറച്ച് നമുക്ക് മുല്ലമുട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് അതൊന്നും ഇങ്ങനെ പൊട്ടിക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ കൂടെ ഉണ്ണിക്കുട്ടനും കൂടി മുല്ലമുട്ട് പൊട്ടിക്കുക, അത്ര അധികം ഒന്നുമില്ല, കുറച്ച് മുട്ടൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ നമ്മുടെ കുറേ വീടിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഉണ്ണിക്കുട്ടനും മുട്ടൊക്കെ പൊട്ടിച്ച് പിന്നെ ഇരുന്നോട്ടോ. പിന്നെ വൈകുന്നേരം നേരമായപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പടക്കം പൊട്ടിച്ച് നമ്മൾ വിഷു ആഘോഷിക്കുകയാണ് കേട്ടോ. ചേച്ചിയുടെ പിള്ളേരെല്ലാവരും വന്നിട്ട് അപ്പവും ആദ്യമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള മനോജേട്ടൻ്റെ മക്കളും മനോജേട്ടനും ഞങ്ങളെല്ലാവരും കൂടെയാണ് കേട്ടോ ഞങ്ങൾ പടക്കം പൊട്ടിച്ച് വിഷു ആഘോഷിച്ച് ഭയങ്കര വിഷു ഓണൊക്കെ എനിക്കെൻ്റെ വലിയച്ഛനും വലിയമ്മനും തറവാടൊക്കെ ആയിട്ട് മിസ് ചെയ്യുക. കാരണം ഞങ്ങൾ ചെറുപ്പത്തിലെല്ലാവരും തറവാട്ടിലുണ്ടാകുമ്പോൾ അവിടെ ഒരു ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കാലവും പിന്നെ നമ്മൾ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ വലിയച്ഛൻ ഒരുപാട് പടക്കങ്ങൾ കൊടുന്ന് ഞങ്ങൾ ഒരുമിച്ച് പൊട്ടിച്ച് ആർത്തുല്ലസിക്കണം ആ ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ഞാനും കുറേ കമ്പിപ്പൂത്തിരിയൊക്കെ കത്തിച്ച് അവർ കൂടെ നിന്ന്. പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കുറേ ആൾക്കാർ ഒരുപാട് വലിയ വലിയ പടക്കങ്ങൾ പൊട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഈ പൂരത്തിനുള്ള പോലെ. അതൊക്കെ കണ്ടു. പേടിയാണ്, എന്നാലും തലച്ചക്രം പൊട്ടിക്കൂട്ടാ. തലച്ചക്രം പറഞ്ഞാൽ ഈ വിഷുചക്രം തന്നെയാണ്. പിന്നെ മത്താപ്പൂ എല്ലാം പൊട്ടിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ചില സമയത്തൊക്കെ തെറിക്കാറുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് പേടി കാണിച്ചു തരുന്നത് കേട്ടോ. കാരണം പേടിയുള്ളതാണ്, എന്നാൽ അത് പൊട്ടി കാണുമ്പോഴോ ഭയങ്കര സന്തോഷം ഉണ്ടാവാറുണ്ട്. പിന്നെ ഏട്ടനും ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. ഏട്ടനാണ് മെയിനായിട്ട് നമുക്ക് എല്ലാ പടക്കും പൊട്ടിച്ച് കാണിച്ചു തരുന്നത്. അങ്ങനെ ഞങ്ങൾ ഭയങ്കരമായിട്ട് വിഷു ആഘോഷിച്ചു കേട്ടോ. എല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് വിഷു ഇങ്ങനെ ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അങ്ങനെ തകൃതിയായ വിഷു ആഘോഷമാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ രാത്രിയായി കിടക്കാറായ നേരത്ത് നമ്മൾ കണിയൊക്കെ ഒരുക്കിയിട്ടല്ലേ ഉറങ്ങേണ്ടത്. അങ്ങനെ നമ്മുടെ ഉണ്ണിക്കുട്ടനാണ് പ്രാവശ്യം കണി ഒരുക്കുന്നത് കേട്ടോ. എന്നെ തൊടാൻ എന്നെ അയച്ചിൽ കണി ഒരുക്കുക. അവനതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ. മുണ്ടും ഷർട്ടൊക്കെ എടുത്തിട്ട് പുലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഉണ്ണിക്കുട്ടനാണ് നമ്മുടെ കണിയൊക്കെ ഒരുക്കിയത്. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.